വിഷ്ണു സഹസ്രനാമത്തിലെ 3-ാമത്തെ ധ്യാന ശ്ലോകം. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേഃ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. എന്ന് വെച്ചാൽ ഇവിടെ വ്യാസമഹർഷി ആരാന്ന് നമുക്കറിയാമല്ലോ. വ്യാസമഹർഷിയാണ് എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയത്. 4 വേദങ്ങളെ വിഭവിച്ചതായാലും അതുപോലെ തന്നെ ഉപനിഷത്തുകള്, പിന്നെ 18 പുരാണങ്ങള്, മഹാഭാരതം, ഇതെല്ലാം എഴുതിയത് വ്യാസമഹർഷിയാണ്. വാൽമീകി മഹർഷി രാമായണം മാത്രമേ ഉള്ളൂ രചിച്ചിട്ടുള്ളത്. അപ്പം വ്യാസമഹർഷി ആരാണ് നമ്മളിവിടെ വ്യാസമഹർഷിയുടെ ഒരു ബന്ധമാണ് ഇവിടെ പറയുന്നത്. അപ്പം വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിയുടെ പൗത്രനും പരാശര മഹർഷിയുടെ പുത്രനും ശുകബ്രഹ്മർഷിയുടെ പിതാവും തപോധനനും ന്യൂനതകളില്ലാത്തവനുമായ വ്യാസമഹർഷിയെ ഞാൻ വണങ്ങുന്നു. അതാണ്. അപ്പം വ്യാസമഹർഷിയുടെ അച്ഛനാരാ? പരാശര മഹർഷി. വ്യാസമഹർഷിയുടെ മകനാരാ? ശുകബ്രഹ്മർഷി. ശുകബ്രഹ്മർഷിയാണ് ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെ, സപ്താഹ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം വസിഷ്ഠ മഹർഷി അറിയാമല്ലോ, ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രന്റെ ഒക്കെ ഗുരുവായിരുന്നു. അപ്പം വസിഷ്ഠ മഹർഷിയുടെ മകനാണ് ശക്തി. ഈ ശക്തിയുടെ മകനാണ് പരാശര മഹർഷി. പരാശര മഹർഷിയുടെയും സത്യവതിയുടെ മകനാണ് വ്യാസമഹർഷി. വ്യാസമഹർഷിയുടെ മകനാണ് ശുകബ്രഹ്മർഷി. ഇതാണ് ആ ഒരു ക്യാരക്ടേഴ്സ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ആ വ്യാസമഹർഷിയാണ് നമ്മൾ വണങ്ങുന്നത്.